നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുട്ടം ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുനിത സിവി ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം വിരമിച്ച പുതുപ്പാടിയിലെ പോസ്റ്റ്മാൻ PV ജോർജിനെ ആദരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി പൊന്നാടിയും മെമന്റോയും നൽകി. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. (2022-23) സാമ്പത്തിക വർഷത്തിൽ വിതരണം നടത്തിയ പോത്തിൻകിടാക്കളുടെ ഇൻഷുറൻസ് തുക നൽകാത്തതിലും ആട് വിതരണ പദ്ധതി അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. മുട്ടം ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുനിത സിവി ഉദ്ഘാടനം ചെയ്തു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ മുട്ടം പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത സിവി ഉദ്ഘാടനം ചെയ്തു. ഫണ്ടിന്റെ ഒരു ലഭ്യതക്കുറവ് ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒട്ടേറെ മാനസികവും ശാരീരികവും എല്ലാം ഫിസിക്കലി നമ്മളെല്ലാം വളരെയധികം വീക്കായിട്ടും നമ്മുടെ പഞ്ചായത്തിനെ ആണെങ്കിലും നമ്മുടെ വീടുകളെ ആണെങ്കിലും നമ്മുടെ ഓരോ മേഖലയിലും നമ്മൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചെയ്യുവാനോ അതോ അത് പൂർത്തീകരിച്ച് ചെയ്യുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ജനപ്രതിനിധികൾ കടന്നു പോകുന്നത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജ ജോമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ദേവസ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചക്കുഴി, മെമ്പർമാരായ ഡോളി രാജു, സൗമ്യ സജബിൻ, ബിജോയ് ജോൺ, ടെസി സതീഷ്, റെൻസി സുനീഷ്, റെജി ഗോപി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K രാജേഷ്, പഞ്ചായത്ത് സെക്രട്ടറി രേണുക ദേവി അമ്മാൾ എന്നിവർ പ്രസംഗിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. ചർച്ചയിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ, വിവിധ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുട്ടം. നമുക്കൊരു സ്വാദിഷ്ടമായ കഞ്ഞി കുടിച്ചിട്ട് വരാം. അതും പപ്പടവും മുളക് വറുത്തതും ചമ്മന്തിയും കൂട്ടി. കൂടാതെ നല്ല മീൻ വറുത്തതും കപ്പയും ചട്ടിച്ചോറും. എവിടെയാണെന്നല്ലേ? തൊടുപുഴ ഇടുക്കി റൂട്ടിൽ കാസിം ഇക്കായുടെ കഞ്ഞിക്കടയിൽ. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. വരൂ, നമുക്കൊരു സ്വാദിഷ്ടമായ കഞ്ഞി കുടിച്ചിട്ട് വരാം. അതും പപ്പടവും മുളക് വറുത്തതും ചമ്മന്തിയും കൂട്ടി. കൂടാതെ നല്ല മീൻ വറുത്തതും കപ്പയും ചട്ടിച്ചോറും. എവിടെയാണെന്നല്ലേ? തൊടുപുഴ ഇടുക്കി റൂട്ടിൽ കാസിം ഇക്കായുടെ കഞ്ഞിക്കടയിൽ. 45 വർഷമായി തൊടുപുഴ ഇടുക്കി റൂട്ടിൽ ജുമാ മസ്ജിദിനെതിരെ ഇടവഴിയിലൂടെ ചെന്നാൽ കാസിം കഞ്ഞിക്കടയിലെത്താം. കഞ്ഞിയും സെറ്റും 40 രൂപയിൽ ഇവിടെ ലഭിക്കും. 45 വർഷത്തോളമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാരണന്മാരും തുടങ്ങിയത്. കടന്മാർ തുടങ്ങി, പിന്നെ നമ്മൾ തുടങ്ങി, നമ്മുടെ മകൻ നടത്തുന്നു. ഇപ്പം ഇറച്ചിയുണ്ട്, മീൻകറിയുണ്ട്, ബീഫുണ്ട്, ലിവറുണ്ട്, പിന്നെ മുളക്, തൈര്, അങ്ങനെ പോകും. 5-8 ഐറ്റമുണ്ട്. കൂടാതെ ചട്ടിച്ചോറ്, കപ്പ, മീൻകറി തുടങ്ങി എല്ലാവിധ വിഭവങ്ങളും, ഉച്ചയൂണിന് പച്ചക്കറിയും നോൺവെജും ഉൾപ്പെടെ നിരവധി കറികളും നൽകുന്നു. വീടിനോട് ചേർന്നാണ് കട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പാചകവും വിളമ്പുന്നതുമെല്ലാം സ്ത്രീകൾ തന്നെയാണ്. മായമൊന്നും കലർത്താതെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് നൽകുന്നത്. അതും സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയും മെച്ചപ്പെട്ട രുചിയിലും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 40 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം വിരമിച്ച പുതുപ്പാടിയിലെ പോസ്റ്റ്മാൻ PV ജോർജിനെ ആദരിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി പൊന്നാടിയും മെമന്റോയും നൽകി. സംഘാടക സമിതി ചെയർമാൻ KA സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 100 കണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരം ഏറ്റുവാങ്ങിയാണ് PV ജോർജ് വിരമിച്ചത്.
പുതുപ്പാടി പോസ്റ്റ് ഓഫീസിൽ നിന്നും 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച പോസ്റ്റ്മാൻ പി വി ജോർജിനെ പുതുപ്പാടി പൗരസമിതിയുടെയും പുതുപ്പാടി FJMH സ്കൂളിലെ 1978-79 SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി പൊന്നാടിയും മൊമന്റോയും പി വി ജോർജിന് നൽകി. സംഘാടക സമിതി ചെയർമാൻ KS സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗങ്ങളും പ്രശസ്ത ഹോമിയോ ഡോക്ടർ S ശിവദാസും പി വി ജോർജിനെ ആദരിച്ചു. നാടിന്റെ ആദരം നൂറുകണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പി വി ജോർജ് ഏറ്റുവാങ്ങി. മുനിസിപ്പൽ കൗൺസിലർ ഷമീർ പനിക്കൽ, പൗർണമി ലൈബ്രറി പ്രസിഡന്റ് PC സ്കറിയ, പ്രോഗ്രസീവ് ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് NB ബേബി എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ അനൂപ് മോഹൻ സ്വാഗതവും കൺവീനർ അൻസാർ വെട്ടിക്കാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. പല്ലാരിമംഗലത്ത് ഫാം പ്ലാൻ മാതൃകയിൽ റംബൂട്ടാൻ കൃഷി തുടങ്ങി. കവിയും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ യൂസഫ് പല്ലാരിമംഗലത്തിന്റെ 30 സെന്റ് പുരയിടത്തിലാണ് കൃഷി ആരംഭിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പല്ലാരിമംഗലം പഞ്ചായത്ത് മടിയൂർ കണ്ണിക്കാട് പ്രദേശത്ത് സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഫാം പ്ലാൻ കൃഷിയുടെ മാതൃകയിൽ റംബൂട്ടാൻ കൃഷി ആരംഭിച്ചു. കവിയും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ യൂസഫ് പല്ലാരിമംഗലത്തിന്റെ 30 സെന്റ് പുരയിടത്തിലാണ് കൃഷി ആരംഭിച്ചത്. കൃഷി ഓഫീസർ EM മനോജ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംയോജിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും നൂതനമായ ഒരു പദ്ധതി. അതോടനുബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫാം പ്ലാൻ എന്ന രീതിയിൽ എല്ലാം ആസൂത്രണത്തോടു കൂടി ചെയ്യുന്ന തരത്തിലേക്ക് കൃഷിയെ മാറ്റിയെടുക്കാൻ റംബൂട്ടാൻ തൈകൾ കൃഷിഭവനിൽ നിന്നും സബ്സിഡി നിരക്കിലാണ് ലഭ്യമാക്കിയത്. CPIM ലോക്കൽ സെക്രട്ടറി MM ബക്കർ, ബ്രാഞ്ച് സെക്രട്ടറി TM നൌഷാദ്, CM മഞ്ചേഷ്, യൂസഫ് പല്ലാരിമംഗലം, രമേശൻ കുടമുണ്ട, ശ്രീജേഷ് ചേന്നാട്ട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പൈങ്ങോട്ടൂരിൽ നവീകരിച്ച ഇല്ലിച്ചൂട് 4-ാം ബ്ലോക്ക് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കാലങ്ങളായി തകർന്നു കിടന്ന പൈങ്ങോട്ടൂരിലെ ഇല്ലിച്ചൂട് 4-ാം ബ്ലോക്ക് റോഡ് നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പണിതത്. റോഡ് ടാർ ചെയ്ത് കാൽനട യാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ഒരുപോലെ സൗകര്യപ്രദമാക്കി. റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പൊതുകിണർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ പൂർത്തീകരിക്കുകയാണ്. ഇവിടെയുള്ള പൈങ്ങോട്ടൂർ പഞ്ചായത്ത് SC കോളനിയിലെ കോളനി നിവാസികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ സാംസ്കാരിക നിലയം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലത്തിൻ്റെ ഇടയിൽ സ്മാർട്ട് അംഗൻവാടികൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻകാലങ്ങളിൽ നിന്നും ഉണ്ടാകാത്ത തരത്തിൽ അനവധി വികസന പ്രവർത്തനങ്ങളാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ സൂചിപ്പിച്ചു, മലയോര പ്രദേശമടങ്ങുന്ന കുടിയേറ്റ കർഷകർ താമസിക്കുന്ന സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏതൊക്കെ തരത്തിൽ ആനുകൂല്യങ്ങൾ എത്തിക്കാനോ അതൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളിലും കോതമംഗലം പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇനിയും ഒട്ടേറെ ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. ആ പദ്ധതികളൊക്കെ സമയബന്ധിതമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ദുരന്തം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോർബൽ, അംഗങ്ങളായ ഡയാന നോബി, നിസാമോൾ ഇസ്മായിൽ, നേതാക്കളായ റോബിൻ ഇബ്രഹാം, സാനി കോയിക്കര, ഗോപാലൻ തുരുത്തേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു. വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കും വരെ നിരാഹാര സമരം തുടരുമെന്നും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നും ഊരുമൂപ്പൻ അജയൻ. ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന 87 കുടുംബങ്ങളിലെ 386 പേർ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയും 80 വർഷക്കാലമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ അധിവസിച്ചു വരുന്നു. വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്.
മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്ന് ഇവർക്ക് വാഗ്ദാനം മാത്രമാണ് നൽകി വരുന്നത്. വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ സമരമാണ് ആദിവാസി ഊരുമൂപ്പൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻപ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയിരുന്നു. അന്ന് ഇടുക്കി ജില്ലാ സബ് കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തുകയും വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയതുമാണ്. എന്നാൽ നാളിതുവരെയായിട്ടും ഈ വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല. വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള 4 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കുക, കോളനിയിലേക്കുള്ള കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, 80 കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയൽ ട്രാൻസ്ഫോമറിന്റെ സമീപം കുടിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമൂപ്പന് പിന്തുണ അറിയിച്ച് കോളനി നിവാസികൾ സമരക്കുടിലെത്തി. സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. സർക്കാർ നീതി പാലിക്കുക, സർക്കാർ നീതി പാലിക്കുക. വഞ്ചിവയലിന് റോഡ് തരിക, വഞ്ചിവയലിന് റോഡ് തരിക. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. റോഡ് എവിടെ സർക്കാരെ, റോഡ് എവിടെ സർക്കാരെ? നീതി തരൂ സർക്കാരെ, നീതി തരൂ സർക്കാരെ. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രമാണോ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്നതെന്നും വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു ലഭിച്ചാൽ മാത്രമേ നിരാഹാര സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂവെന്നും നിരാഹാരം അനുഷ്ഠിക്കുന്ന ഊരുമൂപ്പൻ അജയൻ പറഞ്ഞു. എൻ്റെ കോളനി വഞ്ചിവയൽ കോളനിയുടെ അടിസ്ഥാന സൗകര്യമില്ലാത്തതിൻ്റെതാണ് ഈ സമരത്തിലേക്ക് പോകാൻ കാരണം. അടിസ്ഥാന വാഗ്ദാനങ്ങൾ മാത്രം മാറി മാറി വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും മുഴുവൻ വന്ന് പറയുന്നതാണ്. ഒരു കൂട്ടങ്ങളിൽ ഇന്നത്ര കോടി രൂപ പാസ്സാക്കി അതുടനെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമരം നടത്തിയാലേ നമുക്ക് നമ്മുടെ കാര്യം നേടാൻ കഴിയൂ എന്ന് കോളനി നിവാസികൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനൊരു സമരത്തിലേക്ക് പോകാനുള്ള കാരണം. പ്രധാനപ്പെട്ട റോഡാണ് ഞങ്ങളുടെ വള്ളക്കടവ് മുതലുള്ള വഞ്ചിവയൽ കോളനി വരെയുള്ള 4 കിലോമീറ്റർ. അല്ലാതെ ആശ്രയിക്കുന്ന തങ്കമല വഴിയാണ്, അതും 4 കിലോമീറ്റർ ഉണ്ട്. ഈ 2 റോഡിനും ഒരു പുരോഗതിയുമില്ലാതെ ഈ വാഗ്ദാനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം. അതോ എൻ്റെ കോളനിക്കാർ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടതാണ് ഈ ആദിവാസി എന്ന ജന്മങ്ങൾ? ഇതെൻ്റെ കോളനിയുടെ മാത്രം പ്രശ്നമല്ല. ആദിവാസികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈ വികസനത്തിനെ പറ്റിയുള്ള തർക്കങ്ങളുമുണ്ട്. ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ വികസനം നടക്കുന്നില്ല. വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ 87 കുടുംബങ്ങളിൽ നിന്നും 48 കുട്ടികളാണ് വഞ്ചിവയൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലും വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിലുമായി പഠനം നടത്തിവരുന്നത്. ഇവർ സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനം 3 കിലോമീറ്റർ അകലെ നിർത്തി കുട്ടികളെ ഇറക്കുകയാണ് ചെയ്യുന്നത്. ശേഷമുള്ള 1 കിലോമീറ്റർ ഉൾവനത്തിലൂടെ വേണം കുട്ടികൾ നടന്ന് കോളനിയിലെത്തുവാൻ. റോഡിന്റെ ശോചനീയാവസ്ഥയാണ് സ്കൂൾ വാഹനം കോളനിക്ക് സമീപം വരെ മാത്രം എത്തുവാൻ കാരണം. വണ്ടിപ്പെരിയാർ തങ്കമല വഴി കോളനിയിൽ എത്തേണ്ട അവസ്ഥയും സമാനമാണ്. ഒപ്പം കോളനിയിൽ ആർക്കെങ്കിലും രോഗമോ അപകടങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ വള്ളക്കടവ് വഴി ഒരു ജീപ്പ് കോളനിയിൽ എത്തിക്കണമെങ്കിൽ 2000 രൂപയാണ് കൂലിയായി നൽകേണ്ടത്. ഇത് കോളനി നിവാസികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നു. ആദിവാസി കോളനിയിലേക്കുള്ള കുടിവെള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുമില്ല. ഇതോടൊപ്പം 87 കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വഞ്ചിവയൽ ആദിവാസി കോളനി ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റിൽ പറഞ്ഞു. അവസാനത്തെ മാസം ഇടുക്കിയിൽ തന്നെ 2 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇതുവരെ യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ വിദേശ മാതൃകകൾ നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വാഗ്ദാന ലംഘനങ്ങൾ മാത്രമാണ് ഈ സർക്കാർ നടത്തുന്നതെന്നും വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം കൊണ്ട് യാതൊരു പ്രയോജനവും രാജ്യത്തിനില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കുന്നതിനിടെ വ്യക്തമാക്കി. കേരളത്തിൽ എല്ലാ ദിവസവും ഭീകരജീവികൾ കാട്ടിൽ നിന്നും പുറത്തുവന്ന് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ വിളയാടുകയാണ്. അവസാനത്തെ മാസം ഇടുക്കിയിൽ തന്നെ 2 തൊഴിലാളികളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. യാതൊരു പരിഹാരവും നാളിതുവരെ ഉണ്ടാകാത്തതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിലവിലുള്ള വിജയിച്ച മാതൃകകൾ നമ്മുടെ രാജ്യത്തും നടപ്പിലാക്കണം. ഉദാഹരണത്തിന് കള്ളിംഗ് പോലെ വന്യമൃഗങ്ങളുടെ ജനന നിരക്ക് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കണം. കേരളത്തിലെ മിക്കവാറും എല്ലാ ടൗണുകളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ ഈ പ്രശ്നം സാധാരണക്കാരെ ബാധിക്കുമ്പോൾ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല. Sir, this government passed the Amendment Laws of Wildlife Protection Act. But I would like to say, is there any effect
of that Amendment Act, whether the farmer community or the common man is protected by this Wildlife Amendment Act. No, nothing is happening everywhere. Nothing is happening in our country. Sir, in Kerala, we are facing a crucial situation. Every day, in daytime, the cruel wild animals is coming out from the forest and attacking the people. In my constituency, Idukki, in the last 10 years, I witnessed around 100 people have been killed or died by wild elephant attack. Last month, 2 laborers, poor laborers have been died by wild elephant attack. Sir, there is no remedy. So my demand here, we have to adopt the policies wherever in successive manner adopted or implemented in foreign countries, we have to implement here. The vermin list already excluded by this government. That is most unfortunate. I am demanding here, it should be reintroduced, the vermin list. We have to capture the vermin animals. Son, there is no option. And another thing, we have to adopt the culling policy for resisting the birth rate of the cruel animals, including tiger, bear, and other wild animals. They are passing through the villages and townships of all over Kerala. We are witnessing nowadays. It is the most unfortunate thing. കേരളത്തിന് വാജ്പേയി ഗവൺമെന്റ് നൽകിയ വാഗ്ദാനമായിരുന്നു അങ്കമാലി ശബരി റെയിൽപാത എങ്കിൽ ഒരിടത്തും എത്താത്തതിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥയാണ്. കേന്ദ്രം 100 കോടി രൂപ വീണ്ടും അനുവദിച്ചുവെങ്കിലും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. രാജ്യത്ത് വാഗ്ദാന ലംഘനങ്ങൾ മാത്രമാണ് ഈ സർക്കാർ നടത്തുന്നത്. പെട്രോൾ ഡീസൽ വില 50 രൂപയിൽ താഴെയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ ഇന്ന് 100 രൂപയിൽ അധികമാക്കി. കർഷകർക്ക് ഇരട്ടി വരുമാനം വാഗ്ദാനം ചെയ്തവർ ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. Sir, what is the petrol and diesel price now? It cost 100 rupees. At the time of UPA regime, they claimed, they promised, they will reduce the price of petrol and diesel below 50 rupees. But now they are blaming against the international marketing price. At the time of UPA, they said it is the fault of Manmohan Singh government. But now they are not having any genuine answer, and they are saying that it is depending upon international market price. It is the main violation of the promise of this government, sir. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ വിതരണം നടത്തിയ പോത്തിൻ കിടാങ്ങളുടെ ഇൻഷുറൻസ് തുക നൽകാത്തതിലും ആട് വിതരണ പദ്ധതി അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ വിതരണം നടത്തിയ പോത്തിൻ കിടാങ്ങളുടെ ഇൻഷുറൻസ് തുക നൽകാത്തതിലും ആട് വിതരണ പദ്ധതി അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ചാണ് LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്തിയത്. വിതരണം ചെയ്ത 30-ലധികം പോത്തിൻ കിടാങ്ങളാണ് ചത്തത്. ഇതിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടില്ല. 750 രൂപയാണ് ഇൻഷുറൻസിനായി കർഷകരിൽ നിന്നും വാങ്ങിയത്. ഇൻഷുറൻസ് കമ്പനിയുമായാണ് കരാറിൽ ഏർപ്പെട്ടത്. എന്നാൽ യാതൊരു രേഖയും പഞ്ചായത്തിൽ ലഭ്യമായിട്ടില്ല. 4 ലക്ഷത്തോളം രൂപയാണ് ഇതിൻ പ്രകാരം കർഷകരിൽ നിന്നും വാങ്ങിയത്. ആടിനെ നൽകാമെന്ന് പറഞ്ഞ് 3500 രൂപ പഞ്ചായത്തിലും 500 രൂപ ഇൻഷുറൻസിനും വാങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കൾക്ക് ആടിനെ നൽകാതെ വഞ്ചിച്ചിരിക്കുകയാണെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. വാർഡ് മെമ്പർ KK രാജു അധ്യക്ഷനായ പ്രക്ഷോഭത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD ഷാജി പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്തു. 21 വാർഡിലെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം. തീർച്ചയായും ഈ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ്. ഇതിന് തടയിടേണ്ടവർ, ഇതിനെ നിയന്ത്രിക്കേണ്ടവർ പഞ്ചായത്ത് പ്രസിഡന്റ് മൗനമായിരിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിണ്ടുന്നില്ല. നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ഇതിന് നടപടി സ്വീകരിക്കുന്നില്ല. മുൻകാലങ്ങളിൽ കൊടുത്തതുപോലെ വളരെ മാന്യമായി തീർക്കാമായിരുന്നൊരു പദ്ധതി ഇട്ട് തട്ടി ആ ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഏതറ്റം വരെയും നീണ്ടു നിൽക്കുന്ന സമരത്തിന് ഞങ്ങൾ സജ്ജമാകും. നിരവധി ഗുണഭോക്താക്കളാണ് ആടിനെ ലഭിക്കാതെ പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത്. നിരവധി വട്ടം ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് വന്നതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ മേരി തോമസ്, റൂബി സജി, രേഖ രാധാകൃഷ്ണൻ, ഷേർലി മാത്യു, MS ചന്ദ്രൻ, ഷിജി ഷിബു എന്നിവർ സംസാരിച്ചു. സനിത സജി സ്വാഗതവും രഞ്ജിത R നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി. സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബിക്ക് ലഭിച്ചു.
തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേർന്ന് അവാർഡുകൾ സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി GR അനിൽ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണം നടത്തി. ആരോഗ്യ, ചികിത്സ, വിദ്യാഭ്യാസ, കായിക, ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര ഇടപെടലുകളും പദ്ധതി നിർവഹണത്തിലെ മികവും പരിഗണിച്ചാണ് സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരത്തിനായി മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബിയെ തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേർന്ന് അവാർഡുകൾ സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി GR അനിൽ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും നടത്തിയ കഠിന പ്രയത്നത്തിന് കിട്ടിയ അംഗീകാരമാണിതെന്നും OP ബേബി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. MLA മാരായ പ്രമോദ് നാരായണൻ, PV അൻവർ, മാത്യു കുഴൽനാടൻ, മോൻസ് ജോസഫ്, മുൻ MLA ജോസഫ് വാഴിക്കൻ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയചന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ്, മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ബഷീർ ഫായിദ്, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല R, മറ്റ് വിവിധ ജനപ്രതിനിധികളും അവാർഡ് ജേതാക്കളും സംഘടനാ ഭാരവാഹികളും പ്രസംഗിച്ചു. പൂവച്ചൽ നാസർ സ്വാഗതവും ദുനുംസ് പേഴുമൂട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കലൂർ IP മെമ്മോറിയൽ ഹൈസ്കൂൾ 1979 SSLC ബാച്ച് സഹപാഠി സംഗമം 2024 സംഘടിപ്പിച്ചു. മുതിർന്ന അധ്യാപകൻ KC മാത്യു സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമം കോർഡിനേറ്റർ ജോയി മഞ്ചേരിൽ അധ്യക്ഷത വഹിച്ചു. കലൂർ IP മെമ്മോറിയൽ ഹൈസ്കൂൾ 1979 SSLC ബാച്ച് സഹപാഠി സംഗമം 2024 സംഘടിപ്പിച്ചു. മുതിർന്ന അധ്യാപകൻ KC മാത്യു സംഗമം ഉദ്ഘാടനം ചെയ്തു. കാണാനും പരിചയപ്പെടാനും അനുഭവങ്ങൾ പങ്കിടാനും ഒക്കെ കിട്ടുന്ന ഈ അവസരം നമുക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ, നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് ഇത് മാറും. ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എപ്പോഴും നമ്മൾ പഠിച്ച സ്ഥാപനമാണല്ലോ എന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ഓർക്കും. ഈ സ്കൂളിൽ നിന്നും കിട്ടിയ അറിവുകൊണ്ടാണ് നമ്മളൊക്കെ പലരും ഇന്നത്തെ നിലയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ഇവിടെ നിന്ന് കിട്ടിയ അറിവും അതുപോലെ അനുഭവം കൊണ്ട് നമ്മൾ വളർന്ന് നമ്മൾ ഓരോ തലത്തിലെത്താൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ, പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നമുക്ക് എത്താൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. കാരണം അടുത്ത കോവിഡ് ദുരന്തത്തെയൊക്കെ നമ്മൾ അഭിമുഖീകരിച്ച് നമ്മുടെ ആരോഗ്യത്തോടെ എപ്പോഴും ഇരിക്കുക എന്നുള്ള ദൈവാനുഗ്രഹം കൊണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ നിമിഷം നമുക്ക് ജീവിതത്തിൽ എന്നും മറക്കാനാവുന്ന ഒരു അനുഭവമാകട്ടെ. അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട എല്ലാവരെയും ഞാൻ ഒക്കെ ഓർക്കുകയാണ്. സംഗമം കോർഡിനേറ്റർ ജോയി മഞ്ചേരിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ KC മാത്യു, ജോൺ തയ്യൽ, ജോസഫ് കാലായി, PV ജോർജ്, സിസ്റ്റർ ആനി, സിസ്റ്റർ ഡിഗ്ന എന്നിവരെ ആദരിച്ചു. അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പോൾ വർഗീസ് സ്വാഗതവും സിസ്റ്റർ അലക്സിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കല്ലൂർ. IAME സെൻട്രൽ സോൺ അത്ലറ്റിക്സ് മീറ്റ് കോതമംഗലത്ത് നടന്നു. കോട്ടപ്പടി CI കണി K ദാസ് ഉദ്ഘാടനം ചെയ്തു. പാണങ്കാട്ട് മുയിൻ അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. 500ഓളം കുട്ടികൾ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്തു. 4 കാറ്റഗറിയിലായി 48 വിവിധ ഇനം മത്സരങ്ങളാണ് നടന്നത്. IAME സെൻട്രൽ സോൺ അത്ലറ്റിക്സ് മീറ്റ് കോതമംഗലം പാനിപ്ര അൽ ഫലാഖ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. 16 CBSE സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുത്തു. 4 കാറ്റഗറികളിലായി 48 വിവിധ ഇനം മത്സരങ്ങളാണ് നടന്നത്. അത്ലറ്റിക്സ് മീറ്റ് കോട്ടപ്പടി CI കണി K ദാസ് ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് മുയിൻ അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. IAME പ്രിൻസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ KM അബ്ദുൾ റഷീദ്, IAME പ്രിൻസിപ്പൽ കൗൺസിൽ സെക്രട്ടറി VA ജുനൈദ് സഖാഫി, ഫിനാൻസ് സെക്രട്ടറി നൌഷാദ് കാസിം, അൽ ഫലാഖ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ EM മുഹമ്മദ് അലി, അധ്യാപകരായ തോമസ് ജോൺ, ജോമി KJ, ഷെറിൻ ജോസഫ്, റസിയ KA, അഹല NS, അംജദ് TS, കീർത്തി MK, സൽമ PM, ഗ്ലിന്നി ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള മനസ്സും
ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ്. IIME സെൻട്രൽ സ്കൂളുകളുടെ കൂട്ടായ്മയായ ഇന്ന് കോതമംഗലം പാനിപ്പുറ അൽഫല പബ്ലിക് സ്കൂൾ വെച്ച് ആനുവൽ അത്ലറ്റിക് മീറ്റ് നടക്കുകയാണ്. ഇതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ നേതൃത്വത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കായികപരമായ കാര്യങ്ങൾക്ക് വളരെ മുന്നിട്ട് നിൽക്കുന്ന സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 300ഓളം കുട്ടികൾ 10-25ഓളം ഐറ്റങ്ങൾ വ്യത്യസ്തങ്ങളായ വേദികളിൽ ഈ മത്സരം നടക്കുമ്പോൾ എല്ലാവരും ഒത്തുനോക്കുന്നത് ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഏറ്റവും ചാമ്പ്യന്മാരായിട്ട് വരുന്ന സ്കൂളുകളെ സംബന്ധിച്ച് നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. CBSEയുടെ അവസരങ്ങൾ നാഷണൽ ലെവലിലുള്ളത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ വരുന്നത് മാനേജ്മെന്റ് അസോസിയേഷൻ്റെ കോൺടെസ്റ്റാണ്. മത്സരത്തിൽ വിജയിച്ചവർക്ക് മെഡലുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 2 വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. പീരുമേട് MLA വാഴൂർ സോമൻ സല്യൂട്ട് സ്വീകരിച്ച് സന്ദേശം നൽകി. ജാഗരൂകവും സമാധാനപൂർണവും കർത്തവ്യനിരതവുമായ ഒരു സമൂഹത്തിന് ആവശ്യമായ അച്ചടക്കത്തോടെയും സേവന സന്നദ്ധതയോടെയും പ്രവർത്തിക്കുന്ന സേനയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ, പാമ്പനാർ എന്നീ സ്കൂളുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത്. SPCയുടെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം പതാക ഉയർത്തിയതോടെ ആരംഭിച്ച പാസിംഗ് ഔട്ട് പരേഡിൽ പീരുമേട് MLA വാഴൂർ സോമൻ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് MLA വാഴൂർ സോമൻ പാസിംഗ് ഔട്ട് പരേഡ് ദിന സന്ദേശം സ്റ്റുഡൻസ് കേഡറ്റുകൾക്ക് നൽകി. വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചതെന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മുൻ വർഷങ്ങളെക്കാളെല്ലാം ഉപരി കൂടുതൽ ഉത്സാഹത്തോടെ, കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ അച്ചടക്കത്തോടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വം നൽകുന്ന ജില്ലയിലെ പോലീസ് ഓഫീസർമാരെയും അതേപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെയും ഏവരെയും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് കേഡറ്റുകളെയും ഒറ്റഘട്ടം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി, വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് തുടങ്ങിയവർ പരിശീലനം പൂർത്തീകരിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് ആശംസകൾ അർപ്പിച്ചു. പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ പീരുമേട് DYSP വിശാൽ ജോൺസൺ, വണ്ടിപ്പെരിയാർ പോലീസ് SHO K ഹേമന്ത്, പീരുമേട് പോലീസ് SHO VC വിഷ്ണുകുമാർ എന്നിവർ മൊമെന്റോകൾ നൽകി ആദരിച്ചു. ഒരു പ്രത്യേക അറിയിപ്പ്. ദേശീയ ഗീതത്തോടുകൂടി ഗ്രൗണ്ടിലേക്ക് അനയിക്കപ്പെട്ട ദേശീയ പതാകയ്ക്ക് പരേഡാദരവ് അർപ്പിക്കുമ്പോൾ ദേശീയ ഗാനം മുഴുവനും യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും സല്യൂട്ട് ചെയ്യേണ്ടതും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുട്ടം ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുനിത CV ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം വിരമിച്ച പുതുപ്പാടിയിലെ പോസ്റ്റ്മാൻ PV ജോർജിനെ ആദരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി പൊന്നാടിയും മെമന്റോയും നൽകി. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. (2022-23) സാമ്പത്തിക വർഷത്തിൽ വിതരണം നടത്തിയ പോത്തിൻ കിടാക്കളുടെ ഇൻഷുറൻസ് തുക നൽകാത്തതിലും ആട് വിതരണ പദ്ധതി അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.